IIT-കളിൽ NIT-കളിൽ അതുപോലെ തന്നെ IIM-ലൊക്കെ പ്ലേസ്മെൻറ്റ് കുറയുന്നു, 30% കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ ഇച്ചിരി പാനിക്കാകുന്ന ഒരു സാഹചര്യമുണ്ട്. പല ആൾക്കാരും അവർക്ക് അവരുദ്ദേശിക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ് ഓഫറോ ഒന്നും കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശരാകുന്നുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ഒന്ന് അനലൈസ് ചെയ്യാനാണ് ഈ വീഡിയോ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മുഴുവൻ കേട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്ലേസ്മെൻറ്റൊക്കെ ഈ വർഷം കുറയുന്നു എന്നൊരു പരാതി പൊതുവേ ഉണ്ട്. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജിലൊക്കെ പഠിക്കുന്ന ടെക്നോളജി മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പ്ലേസ്മെൻറ്റാണ് അവരുടെ ഒരു ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്ലേസ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. പ്രമുഖമായ IIT-യിലും IIM-ലും ഒക്കെ ഒരു 30% ആൾക്കാർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം പേടിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ഒരു പ്രധാന വിഷയം. ഒന്നാമത്തെ കാര്യം, ഇതൊരു കറക്ഷൻ പീരീഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ കോവിഡ് ടൈമിൽ IT മേഖലയിലും മാനേജ്മെൻറ്റ് രംഗത്തൊക്കെ പ്ലേസ്മെൻറ്റ് ഇച്ചിരി കൂടുതലായിട്ട് നടക്കുകയും അതൊന്ന് കറക്റ്റ് ചെയ്യുന്ന ഒരു ടൈം ആകാം ഇത്. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ആഗോളതലത്തിലുള്ള തന്നെയുള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് യുദ്ധം, നമ്മൾ പ്രതീക്ഷിക്കാതെ പല മേഖലയിലും യുദ്ധങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം ആഗോള രംഗത്ത് പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി അതുപോലെ തന്നെ എക്കണോമിക്കലായിട്ടുള്ള ക്രൈസിസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സാമ്പത്തികമായ മാന്ദ്യം ഇന്ന് പല രാജ്യങ്ങളെയും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ സാമ്പത്തികമായി വളരെയധികം സ്ട്രെയിൻ ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഡെൻസിറ്റി കൂടുന്നത് പൊതുവേ തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഉണ്ടാക്കുന്ന ഒരു പെസിമിസ്റ്റിക് അറ്റ്മോസ്ഫിയർ പൊതുവേ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് രാജ്യങ്ങളെ ഒന്നും പ്രേരിപ്പിക്കാതിരിക്കുന്നതും പൊതുവേ പ്ലേസ്മെൻറ്റ് കുറയാൻ സാധ്യതയായിട്ടുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യയിലെ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇവിടെയും തൊഴിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ രാജ്യത്തെ പോപ്പുലേഷനുമായിട്ട് നോക്കുമ്പോൾ വളരെ പിന്നിലാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ്, പ്രത്യേകിച്ച് അതുമാത്രമല്ല ഗവൺമെൻറ് സെക്ടറിലുള്ള പ്ലേസ്മെൻറ്റുകളൊക്കെ ധാരാളമായിട്ട് കുറയുന്നതും ഒക്കെ ഇതിന് കാരണമാണ്. പിന്നെ ഈ പ്ലേസ്മെൻറ്റ് കുറയുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു 70% കുട്ടികൾക്ക് ഇപ്പോഴും പ്രമുഖമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നൊക്കെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ബാക്കി 30% കിട്ടുന്നില്ല എന്നൊരർത്ഥം കാണുന്നത് ശരിയല്ല. കാരണം ആ 30% ആൾക്കാരിൽ നല്ലൊരു ശതമാനം ഹയർ സ്റ്റഡീസിന് പോകുന്നവരും റിസർച്ച് ചെയ്യാൻ പോകുന്നവരും സാമൂഹിക സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലൊക്കെ വെഞ്ചർ ചെയ്യുന്നവരും സ്റ്റാർട്ടപ്പുകളും ഓൺട്രപ്രണർഷിപ്പിലേക്കൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കാം. അപ്പോൾ കൃത്യമായി അതിനെ നമുക്ക് ജോലി കിട്ടാത്തതാണ് എന്ന് വിലയിരുത്തുന്നതും ശരിയല്ല. അപ്പോൾ ശരിയാണ്, ജോലിക്ക് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രധാനമായിട്ടും കാൻഡിഡേറ്റ്സിന് ചെയ്യാവുന്ന ഒരു കാര്യം, അമിതമായി പ്ലേസ്മെൻറ്റിനെയും ജോലിയെയും മാത്രം ആശ്രയിക്കുന്ന ഒരു സമൂഹമായി ഇന്ത്യ വളരുന്നത് ഒരിക്കലും ഇന്ത്യക്ക് നല്ലതല്ല. ഇന്ത്യയിലെ ചെറുപ്പക്കാർ സ്വന്തമായി പ്രസ്ഥാനങ്ങളൊക്കെ ആരംഭിക്കാനും അതുപോലെ തന്നെ ഓൺട്രപ്രേണിയലായിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ടാകുവാനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകണം. രാജ്യത്ത് എന്തൊക്കെയാണ് വേണ്ടത്? എന്തായാലും 140 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവർക്ക് വേണ്ട സേവനങ്ങളും അവർക്ക് വേണ്ട പ്രോഡക്റ്റുകളും ഉൽപ്പാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ ധാരാളം തൊഴിലുകളുണ്ടാവും, ധാരാളം അവസരങ്ങളുണ്ടാകും. ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന് പറയുമ്പോൾ തന്നെ ഡെവലപ്ഡ് ആകാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ കിടക്കുകയാണ്. ധാരാളം ഒരു മുന്നേറ്റങ്ങൾ ഈ രംഗത്തൊക്കെ ഉണ്ടാകുമ്പോൾ തൊഴിൽ സ്വാഭാവികമായിട്ട് വരും എന്നുള്ളതിന് സംശയമില്ല. പക്ഷേ അതിന് തക്കവണ്ണമുള്ളൊരു ലീഡർഷിപ്പ് പലപ്പോഴും കൊടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റികൾക്കൊന്നും കഴിയുന്നില്ല, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് പോലും കഴിയുന്നില്ല. വെറും ജോബ് സീക്കേഴ്സായിട്ടാണ് ഇവിടുത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പോലും കുട്ടികൾ മാറുന്നതെങ്കിൽ വിദ്യാഭ്യാസത്തിൽ ചില കറക്ഷൻസൊക്കെ തീർച്ചയായിട്ടും വരുത്തേണ്ടി വരും. പുതിയ വിദ്യാഭ്യാസ നയത്തിലൊക്കെ അത്തരത്തിലുള്ള സ്റ്റാർട്ടപ്പുകളെയും ഓൺട്രപ്രേണിയൽ ഇനിഷ്യേറ്റീവിനെയൊക്കെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ വരുന്നതായിരിക്കും രാജ്യത്തെ ഒരു കറക്ഷൻ ആവശ്യമെന്ന് തോന്നുന്നു. അതുപോലെ വളരെ പ്രധാനമായ ഒരു കാര്യമാണ്, ഇങ്ങനെയുള്ള ഒരു കറക്റ്റീവ് സ്റ്റേജ് വരുമ്പോൾ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല. ഇതൊക്കെ ഒരു സൈക്ലിക്കാണ്. ഇതിനെയൊക്കെ അതിജീവിച്ച ലോകം വരും. ഈ സമയത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അപ്ഡേറ്റ് ചെയ്യാനും പുതിയ സർട്ടിഫിക്കേഷൻസൊക്കെ എടുക്കാനും, വേണ്ടി വന്നാൽ നമ്മൾ പഠിക്കുന്ന സ്ട്രീമിൽ നിന്ന് കുറച്ചുകൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സ്ട്രീമിലേക്കൊന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാനും ഒക്കെ ശ്രമിക്കുക. ഇൻറ്റേൺഷിപ്പ്, പ്രോജക്റ്റ്, റിസർച്ച്, വോളണ്ടിയറിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ സമയത്ത് ധാരാളം എക്സ്പോഷറും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇത്തരത്തിലൊക്കെ നമുക്ക് ഈ ഒരു ഫേസിനെ അതിജീവിക്കാനായിട്ട് കഴിയും.
വളരെ വളരെ ക്രിയേറ്റീവ് ആകുക. പ്രത്യേകിച്ച് ക്രൈസിസ് വരുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആവുകയും കൺസ്ട്രക്റ്റീവ് ആവുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ലീഡർഷിപ്പാണ് ചെറുപ്പക്കാരിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ടത്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്ന ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പ്ലേസ്മെൻറ്റ് കുറയുമ്പോൾ അതിന് താഴെയുള്ള സ്ഥലങ്ങളിലൊക്കെയുള്ള കുട്ടികൾ വളരെ പാനിക്കാകാൻ സാധ്യതയുണ്ട്. താഴെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾ പൊതുവേ കാൻഡിഡേറ്റ്സ് എല്ലാം വളരെ ഓവർ അംബീഷ്യസ് ആണ്. അവർ ഭയങ്കരമായിട്ടുള്ള ബ്രാൻഡഡ് ജോലികളൊക്കെയാണ് നോക്കുന്നത്. അതിൻ്റെ താഴെയുള്ളവർ കുറച്ചുകൂടെ ഹമ്പിളായിട്ടുള്ള അവനവന് ചേരുന്ന ചെറിയ ജോലികളിലൊക്കെ കയറി എക്സ്പീരിയൻസ് ഗ്യാദർ ചെയ്യാനും കൂടുതൽ എക്സ്പോഷർ ഉണ്ടാക്കാനും അതുവഴി അവരുടെ കരിയർ എവിടെയാണെന്നൊക്കെ ഒന്ന് കണ്ടെത്താനും വേണ്ടി വന്നാൽ അത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസും ഹയർ സ്റ്റഡീസും ഒക്കെ എടുത്ത് കൂടുതൽ പവർഫുൾ ആകാനും ഒക്കെ ശ്രമിക്കുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. എന്തായാലും ജോലിയൊന്നും അത്ര ഈസി ആയിട്ട് ഇനിയുള്ള കാലത്ത് വരില്ല. അതിനുവേണ്ടി ഒരു ഫൈറ്റ് ആവശ്യമാണ്. നമ്മൾ എത്ര കണ്ട് ഓർഗനൈസ്ഡ് ആകുന്നു, പ്ലാൻഡ് ആകുന്നു, നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എന്തും വേണ്ടി വളർത്തുന്നു, നമ്മളിലെ സ്കിൽസ് എന്തും വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നു, ഇതിനൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ഭാവി ഇരിക്കുന്നത്. ഇനി ആദ്യത്തെ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. കാരണം അതിന് തുടർന്ന് നമുക്ക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ, ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ നമ്മളെ അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. അപ്പോൾ ആ തരത്തിൽ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഇതിനെ ഒരു നെഗറ്റീവായിട്ട് ഒരിക്കലും കാണരുത്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ ആയിരിക്കും, ഒരു സംശയമില്ല. എല്ലാവർക്കും നല്ല ഭാവി നേരുന്നു. താങ്ക് യു സോ മച്ച്.